നമസ്കാരം. സിന്ധു നദി പാകിസ്ഥാൻ്റേതാണ്. ഒന്നുകിൽ തങ്ങൾക്ക് വെള്ളം തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ രക്തമൊഴുക്കും. ഇന്ത്യക്കു നേരെയാണ് ഈ ഭീഷണി. നിരപരാധികളായ വിനോദസഞ്ചാരികളെ നിഷ്കരുണം കൊന്നുതള്ളിയ പഹൽഗാം ഭീകര ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് ഇന്ത്യക്കു ഭീഷണിയുമായി പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാനും മുൻ വിദേശകാര്യമന്ത്രിയുമായ ബിലാവൽ ഭൂട്ടോ സർദാരി രംഗത്തെത്തിയിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ആഭ്യന്തര സുരക്ഷാ വീഴ്ച മറയ്ക്കാൻ ഇന്ത്യ പാകിസ്ഥാനെതിരെ വ്യാജ ആരോപണം ഉന്നയിക്കുകയാണെന്നും ബിലാവൽ കുറ്റപ്പെടുത്തി. സിന്ധു നദി പാകിസ്ഥാൻ്റേതാണെന്നും അത് പാകിസ്ഥാൻ്റേതായി തന്നെ തുടരുമെന്നും ഇന്ത്യയോട് പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ഭൂട്ടോ പറഞ്ഞു. പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫും ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണി മുഴക്കിയിരുന്നു. വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധം എന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ത്യ ആക്രമിക്കുമെന്ന് ഞങ്ങൾക്ക് രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രകോപനം ഇന്ത്യ നടത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യം അതിന് സുസജ്ജമാണ്. ഞങ്ങൾ തിരിച്ചടിക്കും. പാകിസ്ഥാൻ ആണവശക്തിയാണെന്ന കാര്യം ഇന്ത്യ മറക്കരുത് എന്നാണ് ഖവാജ ആസിഫ് പറഞ്ഞത്. പഹൽഗാം ആക്രമണത്തിൽ അന്താരാഷ്ട്ര അന്വേഷണം വേണമെന്നും അന്താരാഷ്ട്ര തലത്തിലുള്ള ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും പാക് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന് തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതും. ഇന്ത്യ പാക് യുദ്ധം നടന്നപ്പോൾ പോലും റദ്ദാക്കാത്ത കരാർ 65 വർഷങ്ങൾക്കപ്പുറം മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാന് കനത്ത വെല്ലുവിളിയാണ്. അതേസമയം ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകര ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സംബന്ധിച്ച് ഇന്റലിജൻസ് നിർണായക വിവരം ലഭിച്ചതായി ഇന്ത്യ ലോകരാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇതിന് സാധൂകരിക്കുന്ന ദൃക്സാക്ഷികളിൽ നിന്നുള്ള മൊഴികളും ടെക്നിക്കൽ തെളിവുകളും ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്.